കേരളത്തിൽ ശിശുമരണ നിരക്ക് ഉയരുന്നു. ദേശീയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5-ൽ നിന്നും 8-ലേക്കാണ് ഉയർന്നത്. നവജാത ശിശുക്കളുടെ മരണനിരക്കിലെ മാറ്റം ഗൗരവത്തോടെ പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വാക്സിനേഷനോടുള്ള വിമുഖതയും അശാസ്ത്രീയ രീതികൾ പിന്തുടരുന്നതും സൂചിക ഉയരാൻ കാരണമായിട്ടുണ്ടെന്നാണ് നിഗമനം. ദിലീപ് നൽകും വിവരങ്ങൾ. ദിലീപ്, ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണല്ലേ? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, അതായത് ആദ്യം മുതൽക്കേ കേരളത്തിലെ ആരോഗ്യവകുപ്പ് പറയുന്നത്, അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോഴത്തെ കാലത്തായാലും ആദ്യം മുതൽക്കേ പറയുന്നത് അമേരിക്കയെക്കാളും നമുക്ക് ആരോഗ്യ രംഗം വളരെയധികം മെച്ചപ്പെട്ടതാണ് എന്നടക്കമുള്ള കാര്യമാണ് ആദ്യം മുതൽക്കേ അവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശിശുമരണ നിരക്ക് മറ്റു സംസ്ഥാനങ്ങളെക്കാളും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെക്കാളും കുറവെന്ന രീതിയിലാണ് അവർ വിലയിരുത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 5-ൽ നിന്നും 8-ആയി വർദ്ധിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ആരോഗ്യ വകുപ്പിലുണ്ടായ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് ഈ വാക്സിനേഷനും അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകേണ്ട വാക്സിനേഷൻ കൃത്യമായി നൽകുന്നില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള മരുന്നുകൾ നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത് ഇത് വ്യക്തമായി പരിശോധിക്കണമെന്നും അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് കൂടാനുള്ള കാരണം, അതായത് നമുക്ക് പറയുന്ന പോലെ 1000 കുട്ടികൾ ജനിക്കുന്നുവെങ്കിൽ അതിൽ 8 കുട്ടികൾ മരിക്കുന്നു എന്നാണ് നിലവിലത്തെ റിപ്പോർട്ട് പ്രകാരം വരുന്നത്. മുൻകാലം, അതായത് 2015 കാലഘട്ടത്തിലെ കണക്കനുസരിച്ചാണ് എങ്കിൽ ഏകദേശം 4 താഴെയായിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഇരട്ടിയായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സുരേഷ്, യെസ്, വ്യക്തമാണ്.